നമസ്കാരം. പാകിസ്ഥാനിലെ ഒരു പോർട്ടാണ് ഗ്വാദർ. ബലൂചിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറായിട്ട് അറബിക്കടലിലാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒമാന് നേരെ ഓപ്പോസിറ്റ് കടലിന് ഇപ്പുറത്ത് പാകിസ്ഥാന്റെ സൈഡിലായിട്ടാണ് ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഗ്വാദർ തുറമുഖം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. ഈ തുറമുഖം ഒമാൻ സുൽത്താന്റെ കൈവശമായിരുന്നു. സുൽത്താൻ ഈ പോർട്ട് $10 ലക്ഷം ഭാരതത്തിന് വിൽക്കുവാൻ ഓഫർ ചെയ്തു. നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആ ഓഫർ നിരസിച്ചു. നെഹ്റു ഒമാൻ സുൽത്താന്റെ ഓഫർ നിരസിച്ചതോടെ സുൽത്താൻ പാകിസ്ഥാനെ സമീപിച്ചു. 1958 $30 ലക്ഷം കൊടുത്ത് പാകിസ്ഥാൻ ഗ്വാദർ തുറമുഖം വാങ്ങി. 2013 ഈ പോർട്ടിന്റെ ഓപ്പറേഷൻ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി. ഗ്വാദർ ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണ്. അതിന്റെ എല്ലാ പൊട്ടൻഷ്യലും ചൈന ഇന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്വാദർ പാകിസ്ഥാനിലെ 3ാമത്തെ വലിയ പോർട്ടാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന എക്കണോമിക് കോറിഡോറിന്റെ ഒരറ്റം ഈ പോർട്ടാണ്. അത്രമാത്രം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർട്ടായി ഗ്വാദർ ഇന്ന് മാറി. നിർഭാഗ്യവശാൽ ഗ്വാദർ തുറമുഖത്തിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഉള്ള ദീർഘവീക്ഷണം നെഹ്റുവിനുണ്ടായിരുന്നില്ല. അതില്ലാതിരുന്നത് കൊണ്ടാണ് സുൽത്താന്റെ അമൂല്യമായ ഓഫറിനെ നെഹ്റു തള്ളിക്കളഞ്ഞത്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.